വേണ്ട സമയത്ത് അതിനുള്ള സ്ഥലവും ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനുള്ള സ്ഥലം നമുക്ക് വേറെ ഉണ്ട് പ്രത്യേകമായിട്ട്. അപ്പം അതുകൊണ്ടൊക്കെ ഓക്കെയാണ്. പിന്നെ രാവിലെ ഒരു യോഗ ക്ലാസ് ഉണ്ട്. യോഗ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്, വായു സഞ്ചാരമുണ്ട്, അതിന് വേണ്ട എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും അവിടെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു തുടക്കക്കാർക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനുള്ള ഒരു രീതിയും അവിടെ ഡോക്ടർമാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് ഒരു പ്രത്യേക പരിഗണന തന്നുകൊണ്ട്. ഇപ്പോൾ കുറച്ച് പേഷ്യൻ്റ് ഉണ്ട്, അറിയാലോ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഓരോരുത്തർക്കും ഒരു പ്രത്യേകം ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള ഒരു യോഗ പരിശീലന പദ്ധതി അവർക്ക് അത് കഴിഞ്ഞാലും തുടർന്ന് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുക, കുറച്ച് കാര്യങ്ങൾ മുഴുവൻ ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ആരോഗ്യം നിലനിർത്താനുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും, അതൊക്കെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാം നല്ലത് തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ പരിസരമൊക്കെ ശുദ്ധിയാക്കി വെക്കുന്ന ഒരാളാണെങ്കിലും അവരുടെ ഒരു 100% ആത്മാർത്ഥത പുലർത്തിയിട്ടാണ് ഇവിടെ വെക്കുന്നത്. മീൻസ് ആ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള സ്റ്റാഫ് തൊട്ട് ഏറ്റവും മുകളിലുള്ള നമ്മുടെ സെക്രട്ടറി പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ടുള്ള ഒരു ടീം വർക്ക്. പിന്നെ കിച്ചണിലുള്ള ആൾക്കാരാണെങ്കിലും ചേച്ചിമാരൊക്കെ നമുക്ക് ആ രീതിയിൽ വേണ്ട രീതിയിൽ നല്ല ഹൈജീനിക് ആയിട്ട് ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുതരാം, ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ട്. അങ്ങനെ ഒരു സമീപനമൊക്കെ ഉണ്ട്. പിന്നെ ഡോക്ടേഴ്സ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, കാരണം ആ മേഡത്തിൻ്റെ ആ ഒരു കഴിവുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കണത്. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നോട് വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്വാസം കിട്ടാത്ത പോലെയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചു നേരം സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ ശ്വാസം മുട്ട് പോലെ വരും ഭയങ്കരമായിട്ട്. അപ്പോൾ അതിന് ഞാൻ കിച്ചു ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയാണ്. ഇനിയിപ്പോൾ മുഴുവനായിട്ടില്ല, കാരണം 10 ദിവസം എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇതിന് ശേഷം ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തെങ്കിലും കുറച്ച് നാൾ മാറി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സഞ്ജീവനിലേക്ക് തിരിച്ചു വരും. വീണ്ടും ഇവരുടെ ഒക്കെ ഒരു സ്നേഹവും അതിൻ്റെ കൂടെ പ്രകൃതി ജീവനും എല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോയി വീണ്ടും നമ്മുടെ ശരീരത്തേക്കൊന്ന് ആ പഴയ അവസ്ഥയിലേക്ക് അതിൻ്റെ ഒരു താളം വീണ്ടും ക്രമീകരിക്കുക, ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു അവസരം ഒരുക്കി തന്നിട്ടുള്ള സർവേശ്വരനോട് ആദ്യമായിട്ട് നന്ദി പറയാണ്. കാരണം ഇവിടെ എത്താനും നമുക്കൊരു ഭാഗ്യമാണല്ലോ. ഓരോ ചികിത്സാലയങ്ങളിലും നമ്മൾ പല സെൻ്ററുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ ചിലയിടത്ത് അത്ര കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. സ്ഥലത്തിൻ്റെ ഒരു പരിമിതി മൂലമാണ്. പിന്നെ ചിലത് വളരെ ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ഭയങ്കര ചൂടും ഒരു വൃക്ഷം പോലും ഇല്ലാത്ത നാച്ചുറോപ്പതി സെൻ്ററുകളും ഞാൻ അന്വേഷിച്ചാലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും പിന്നെ നമ്മൾ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ നല്ലതായിരുന്നു എല്ലാം കൊണ്ട്. ഇപ്പം അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. ഓക്കെ, ഗുഡ്, നന്നായിരിക്കുന്നു. അപ്പോൾ സഞ്ജീവനിലത്തെ എല്ലാവർക്കും പ്രത്യേകം പേരെടുത്ത് പറയണമെന്നില്ല, എല്ലാവർക്കും ഞാൻ ഇവിടെ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക്സ്. ഹരി ഓം.